നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ വീഡിയോക്ക് നൽകി വന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ BSNL കുറിച്ചുള്ളൊരു കൊച്ചു വീഡിയോ. BSNL എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷെ ഇത് മറ്റ് ഇൻ്റർനെറ്റ് വരുന്നേക്കാളൊക്കെ എത്രയോ മുമ്പ് ഇന്ത്യയിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. മറ്റുള്ള കമ്പനികൾക്ക് ഇവിടെ വളർന്നു വരാൻ വേണ്ടി ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിനെ ആരൊക്കെയോ തളർത്തിയെന്ന കിംവദന്തി ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ BSNL ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതുവരെ അവരുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 3G ശക്തിയുള്ള ഇൻ്റർനെറ്റ് ആയിരുന്നെങ്കിൽ അതെല്ലാം നിർത്തിക്കൊണ്ട് അവർ നേരെ 4Gയിലേക്ക് കടക്കുകയാണ്. തുടർന്ന് 5Gയിലേക്കും അവർ കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുതിയൊരു ന്യൂസ് പ്രകാരം കേരളത്തിലെ തന്നെ ഡാം സൈറ്റുകളിൽ ഇൻ്റർനെറ്റ് കിട്ടാത്ത ഒരു പ്രോബ്ലം ഉണ്ട്. ഉദാഹരണത്തിന് ഗവി പോലത്തെ മറ്റ് വാളയാർ, അതുപോലെ സോളയാർ, മറ്റുള്ള ഡാം സൈറ്റുകളെ കേന്ദ്രീകരിച്ച് ഇൻ്റർനെറ്റ് കിട്ടാത്ത ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയാണ് ആദ്യം ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് ധാരാളം ടവറുകൾ നിർമ്മിക്കുകയും ഈ ടവറുകളെല്ലാം തന്നെ കറണ്ട് വർക്ക് ചെയ്യാതെ ഇത് നിലനിൽപ്പില്ലാത്ത ഒരു പ്രശ്നമാണ്. കറണ്ട് എപ്പോഴും വേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സോളാർ എനർജി കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ടെക്നോളജിയുമായിട്ടാണ് BSNL ഇപ്പോൾ മുന്നോട്ട് വരാൻ കുതിക്കുന്നത്. ഈ ഒരു കുതിപ്പ് എന്തായാലും ശരി, സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. സർക്കാരിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന കമ്പനിയായിരുന്നു ഇത്. മറ്റുള്ള ഇൻ്റർനെറ്റുകൾക്ക് ഇവിടെ വളരെ ഉയർന്ന തോതിൽ വൻ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇതിൻ്റെ വളർച്ച മുരടിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇതുവരെയും പറഞ്ഞു കേട്ടിരുന്ന ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കിംവദന്തി എന്ന് പറയുന്ന സംഭവം. എന്തായാലും ശരി, അതൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഉടൻ തന്നെ വരാൻ പോകുന്നത് BSNL കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ആയിരിക്കും. അത് 4G ആയിരിക്കും. തൽക്കാലം 3Gയിലായിരുന്നു. 3G ഒന്നും ഇപ്പോൾ ശക്തിയില്ലാത്തതായതിനാലും അതിനേക്കാളൊക്കെ പവർഫുള്ളായിട്ട് 4G എല്ലാ കമ്പനിയും ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 4Gയിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം 2G 3G ആയിരുന്നു. ഫോണുകളും അതേപടിയായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോൾ വരുന്നതാകട്ടെ 4G തുടങ്ങി 5Gയിലാണ്. ഈ 5G കൊണ്ടുവരുമ്പോൾ ഇന്ത്യയെ പോലത്തൊരു നഗരത്തിൽ അത്
എത്രമാത്രം സക്സസ് ആവും, അല്ലെങ്കിൽ സക്സസ് ആയാലുള്ള അപകടം എന്താണ് എന്നൊക്കെ പഠിച്ചതിന് ശേഷമാണ് അതൊക്കെ ഗ്രാമാന്തരങ്ങളിലേക്കൊക്കെ വരിക. ഉദാഹരണത്തിന് 5G പോലത്തെ ശക്തിയായ കിരണങ്ങൾ അമേരിക്ക പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്യാൻസറിന് വഴിവെക്കുമെന്നൊരു കൂട്ടരും വഴിവെക്കില്ല, അത് അത്രയും കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള നെറ്റാണല്ലോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. 5G മൂലം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5Gയിൽ ആ പഠനം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ആയിരിക്കും BSNL മുന്നോട്ട് വരിക. അപ്പോൾ അതിനുള്ള പണം, അതിനുള്ള എല്ലാ സഹകരണങ്ങളും കേന്ദ്രത്തിൻ്റെ വകയായിട്ട് തന്നെ സംഭവിക്കുന്നതായിരിക്കും. തന്നെയുമല്ല, ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റേറ്റിൽ പരമാവധി എന്തെങ്കിലും കുറക്കാനുള്ള ഒരു നീക്കവും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ മത്സര രംഗത്തേക്ക് അനേകം കമ്പനി വരുമ്പോൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടുകയും അതുപോലെ തന്നെ കമ്പനി നിലവിലുള്ള മാർജിൻ കുറക്കുകയും ചെയ്യാനുള്ള സാധ്യത നമുക്ക് വിലയിരുത്തിക്കൊണ്ട് ഇത് സ്വാഗതം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരമൊരു നീക്കം സർക്കാരിന് കൂടുതൽ ധനം കിട്ടും. തുടർന്ന് സ്വകാര്യ കമ്പനികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ സഞ്ചാർ നിഗം ലിമിറ്റഡിൻ്റെ ഇൻ്റർനെറ്റ് തന്നെ ഉപയോഗിക്കാനാണ് എല്ലാവരും ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് പങ്കുവച്ചത്. ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് BSNL കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, പല കമ്പനികൾക്കും പ്രത്യേകിച്ച് ടവറില്ല. അപ്പോൾ ഭാരതി എയർടെല്ലിൻ്റെ ടവറിൽ വേറെ ആളുകളുടെ ആൻറ്റിനകൾ പിടിപ്പിച്ചിട്ട്, വേറെ കമ്പനിയുടെ ആൻറ്റിനകൾ പിടിപ്പിച്ചുകൊണ്ട് അവർക്കും കൂടി പൈസ കൊടുത്തിട്ടാണ് ഇൻ്റർനെറ്റ് വേറെ കമ്പനികൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെയാണ് ഇത്രയും വില കൂടുതൽ ഈ ഇൻ്റർനെറ്റിന് നമ്മൾ നൽകേണ്ടി വരുന്നത്. ഇവിടെ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വന്നു കഴിഞ്ഞാൽ, ചാലുവായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അതേ ഇൻ്റർനെറ്റ് തന്നെ ഉപയോഗിക്കുകയും അതിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർനെറ്റിൻ്റെ പൈസ കുറയും. തന്നെയുമല്ല, അങ്ങനെ നമ്മൾ ഓവറായി ചിലവാക്കുന്ന അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സർക്കാരിന് തന്നെയാണ് കിട്ടുന്നത്, നമ്മളെ കേന്ദ്ര സർക്കാരിന് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ വലയെന്ന് പോയാൽ കുളത്തിൽ, കുളത്തിൽ നിന്ന് പോയാൽ വലയിൽ എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഭവമാണ് വരിക. പിന്നെ ഒരു റൊട്ടേഷനാണ്, അല്ലാതെ നഷ്ടം സംഭവിക്കില്ല. അപ്പോൾ എന്തായാലും ശരി, ഇൻ്റർനെറ്റ് വരട്ടെ. ആ ഇൻ്റർനെറ്റ് വന്നാൽ നമുക്ക് എല്ലാവർക്കും BSNLൻ്റെ ഇൻ്റർനെറ്റ് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നത് രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും നല്ലതാണ് എന്നുള്ളതും കൂടി സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. BSNLൻ്റെ നേട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഒരു മുന്നോട്ടുള്ള കാഴ്ചവെപ്പ് അത് എന്തുകൊണ്ടോ തടസ്സപ്പെട്ട് കിടന്നിരുന്നു, അത് വീണ്ടും ചാലുവാകുന്നതിനുള്ള സന്തോഷം ഇതിനാൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ ലൈക്ക് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയ്ക്കും വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. നന്ദി.